ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് പ്രണയം. ആ ഒരു 50 വയസ്സുകളിലെ അല്ലെങ്കിൽ 55 45ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏജിലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 50കൾ കഴിഞ്ഞു ആളുകൾക്ക് പ്രണയിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ ഞാൻ പറയുന്നില്ലേ, അവിടെ ഈഗോ കുറവായിരിക്കും, മറ്റത് ഈഗോ ആയിരിക്കും കൂടുതൽ. ഈഗോ കുറഞ്ഞിട്ട് അക്സെപ്റ്റൻസ് കൂടും. മാധവിക്കുട്ടിയുടെ സ്റ്റോറീസ് ഒക്കെ വായിക്കുന്ന സമയത്താണ് അതിൽ പ്രണയത്തിനൊരു എൻഡിങ് കാണുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ഫാന്റസികളാണെങ്കിലും പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി ഒരു 40 വയസ്സ് കഴിഞ്ഞ് അവരുടെ ഒരു ഇറ അനുസരിച്ച് പിന്നീട് അവർക്കൊരു പ്രണയം ഉണ്ടാവുന്നു അവരെക്കാട്ടി ഇളയ ഒരാളോടാണ്. അപ്പൊ അതിൽ നിന്ന് അതൊരു മധ്യവയസ്ക ആ ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന പ്രണയം ആയതുകൊണ്ട് തന്നെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരിയാണ്. കാരണം ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇതുപോലെ തുറന്നെഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരി വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര കറേജ് വേണം അല്ലേ അങ്ങനെയൊക്കെ ഒന്ന് എഴുതാനായിട്ട് ആ കാലഘട്ടത്തിൽ. അതെ, ഇപ്പൊ പാർട്ണർ വന്നു നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല, ആ സൈലൻസ് മതി ആ ബന്ധം തകരാൻ. എനിക്ക് വേണ്ടത്ര സമയം തരുന്നില്ല. നേരെ മറിച്ച് ഒരു പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾ അവിടെ ഉണ്ടെന്നുള്ള പ്രസൻസ് പോലും, ആ സൈലൻസ് പോലും നമുക്ക് വേറൊരു രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക. അത് യഥാർത്ഥ പ്രണയവും ആസക്തിയും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടല്ലോ. അത് ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ലല്ലോ പ്രണയം എന്ന് പറയുന്നത്. പ്രണയവും ലസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ലസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേണം, എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് നമുക്ക് ആസക്തി എന്ന് പറയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്തുണ്ട് ആദരവിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, കേൾക്കട്ടെ. പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മളുടെ ഒരു കൗമാര സമയത്ത് ഒരു 18 മുമ്പുള്ളൊരു പ്രണയം, സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയം, അതിനുശേഷം ഉള്ളൊരു പ്രണയം എന്ന് വെച്ചാൽ മെച്ചുവറായി കഴിഞ്ഞിട്ട് 25 തൊട്ട് അല്ലെങ്കിൽ 18 കഴിഞ്ഞ് 18 മുകളിൽ തൊട്ട് 30ൻ്റെ അകത്ത് വരെയുള്ള ഒരു പ്രണയം. ഇത് നമുക്ക് ഈ കാറ്റഗറി നമുക്കറിയാം. പക്ഷെ ഒരു മിഡിൽ ഏജിന് ശേഷമുള്ള ഒരു പ്രണയം അതെന്തായിരിക്കും? ആ ഒരു 50 വയസ്സുകളിലെ അല്ലെങ്കിൽ 55 45ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏജിലെ 45 കഴിഞ്ഞ് നമ്മളിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 18 തൊട്ട് ഒരു 25-30 വരെയുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമല്ല, ഒരു മനസ്സമാധാനമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്കൊരു പ്രായം എത്തുമ്പോൾ നമുക്കൊരു ലൈഫ് കമ്പാനിയൻ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചിന്തകളും കാര്യങ്ങളിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഒന്ന്, ജീവിതത്തിൻ്റെ റിയാലിറ്റി കുറച്ചും കൂടെ അറിയാം. ഇപ്പോൾ നമ്മളൊരു 22 ഇയേഴ്സിലെ ആ ഒരു പ്രായത്തിലെ വിവാഹ സമയങ്ങളിൽ അല്ലെ പ്രണയിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. മറ്റേ നമ്മളൊരു 50സിലേക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് കുറച്ചും കൂടെ നമുക്ക് കണക്റ്റഡ് ആവാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു 50കൾ കഴിഞ്ഞു ആളുകൾക്ക് പ്രണയിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ ഞാൻ പറയുന്നില്ലേ, അവിടെ ഈഗോ കുറവായിരിക്കും, മറ്റത് ഈഗോ ആയിരിക്കും കൂടുതൽ. ഈഗോ കുറഞ്ഞിട്ട് അക്സെപ്റ്റൻസ് കൂടും 50കളാവുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പം നമ്മുടെ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ട്, വളരെ രസകരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി പ്രണയം. ആ മൂവിയിൽ അവർ ആ ഒരു അങ്ങനെ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ആ പ്രണയം വളരെ മനോഹരമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവി ആ പ്രണയം എന്നുള്ള മൂവി. എത്ര മനോഹരമായിട്ടാണ് ആ പ്രണയം കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ 2 റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ കൂടുതലായിരിക്കും നമ്മുടെ നല്ല പ്രായത്തിൽ. മറ്റേന്ന് വെച്ചാൽ നമുക്കൊരു സപ്പോർട്ടാണ്. അന്നും പ്രണയം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പാനിയൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ടാണ്. അതേപോലെ എല്ലാവർക്കും അറിയാനായിരിക്കും സോൾട്ട് ആൻഡ് പേപ്പർ. അതിനകത്തില് ശ്വേത മേനോന്റെയും ലാലിന്റെയും ക്യാരക്ടർ അവർക്ക് അത്യാവശ്യം ഒരു മധ്യവയസ്ക ആ ഒരു ഏജിലേക്ക്, അത് അപ് ടു 30s ആണ് അവർ. അപ്പൊ ആ ഒരു ഏജിൽ അവർക്ക് തമ്മിൽ അവരെ കണക്ട് ചെയ്യുന്നത് ദോശയാണ്. ആ ദോശയിൽ നിന്ന്, ദോശ എന്ന് പറഞ്ഞാൽ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ആ മെമ്മറീസ് രണ്ടുപേരെയും ലോക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രണയം. അതെ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രായത്തിലൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, നമുക്കിപ്പം ഇപ്പോൾ പാർട്ണർ വന്നു നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല, ആ സൈലൻസ് മതി ആ ബന്ധം തകരാൻ. എനിക്ക് വേണ്ടത്ര സമയം തരുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ സ്പോയിലായിപ്പോവും. നേരെ മറിച്ച് ഒരു പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾ അവിടെ ഉണ്ടെന്നുള്ള പ്രസൻസ് പോലും, ആ സൈലൻസ് പോലും നമുക്ക് വേറൊരു രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക.
അത് ആഫ്റ്റർ 50s ശേഷം 50s ശേഷം അത് അനുഭവിക്കുന്നവർക്ക് അത് നന്നായി മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ അവർ മിണ്ടുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം കരുതുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ ആൾ അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് പോലും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. പക്ഷെ ഈ പ്രണയം ഉണ്ടാവുക, നിലനിർത്തുക എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാം. അപ്പോൾ എല്ലാത്തിനെയും പ്രണയിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെയിലി ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രണയം എന്നുള്ളൊരു ഇമോഷൻ എല്ലാവരിലും ഉണ്ടെങ്കിലുണ്ടല്ലോ കുറച്ചും കൂടെ സന്തോഷത്തോടു കൂടിയിട്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് പ്രണയം. അതേപോലെ തന്നെ നമ്മൾ മാധവിക്കുട്ടിയുടെ സ്റ്റോറീസ് ഒക്കെ വായിക്കുന്ന സമയത്താണ് അതില് പ്രണയത്തിനൊരു എൻഡിങ് കാണുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ഫാന്റസികളാണെങ്കിലും പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി ഒരു 40 വയസ്സ് കഴിഞ്ഞ് അവരുടെ ഒരു ഇറ അനുസരിച്ച് ഇപ്പൊ ദാസ് ആയിരുന്നു അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്കൊരു പ്രണയം ഉണ്ടാവുന്നു അവരെക്കാട്ടി ഇളയ ഒരാളോടാണ്. അപ്പൊ അതിൽ നിന്ന് അതൊരു മധ്യവയസ്ക ആ ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന പ്രണയം ആയതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അവർ തുറന്നു പറഞ്ഞ ഈ സ്ത്രീകളുടെ ഫാന്റസികളെ പറ്റി അതൊക്കെ വിലയിരുത്തിയിട്ട് ഇത് പ്രണയമല്ല, ഇതെന്തോ ആസക്തിയാണ്, ഈ പ്രായം ഇത്ര പ്രായമായില്ലേ ഇനിയെങ്കിലും ഒന്ന് അടങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. ശരിക്കും അത് യഥാർത്ഥ പ്രണയവും ആസക്തിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടല്ലോ. അത് ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ലല്ലോ പ്രണയം എന്ന് പറയുന്നത്. സെക്സും പ്രണയവും രണ്ടും രണ്ടല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് കൊടുക്കുക. പ്രണയവും ലസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേണം, എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് നമുക്ക് ആസക്തി എന്ന് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം ഒരാൾ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞാൽ അതല്ല, അതൊരു ഗിവിങ് ആണ്. നമുക്കൊരാളെ പ്രണയിക്കാൻ അയാൾ അത് അറിയണമെന്ന് പോലും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആൾക്കാരെ പ്രണയം. അപ്പോൾ മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരിയാണ്. കാരണം ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇതുപോലെ തുറന്നെഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരി വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കറേജ് വേണം അല്ലേ അങ്ങനെയൊക്കെ ഒന്ന് എഴുതാനായിട്ട് ആ കാലഘട്ടത്തിൽ. അതെ, ആ കാലഘട്ടത്തിൽ ഇത്രയൊക്കെ വിപ്ലവം സൃഷ്ടിച്ച് എഴുതാൻ, പക്ഷെ വളരെ മനോഹരമായിട്ട് ഒരു സ്ത്രീയുടെ മനസ്സിനെ തുറന്നെഴുതാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. അപ്പം മറ്റുള്ള ആളുകൾക്ക് തോന്നും ഇപ്പം അതൊരു വെറുതെ ഒരു ആവശ്യം ഇല്ലാത്തൊരു കാര്യമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ഡിസിഷൻസ് എടുക്കാൻ ഭയങ്കരമായിട്ടുള്ളൊരു കറേജ് വേണം ലൈഫിൽ അല്ലേ. ഈ സൊസൈറ്റി മുഴുവൻ നമുക്ക് എതിര് നിൽക്കുമ്പോഴും അവരാ എടുത്ത സ്റ്റാൻഡിൽ തന്നെ കമല സുരയ്യ ആയിട്ട് തന്നെ മരിച്ചു അല്ലേ. അതെ, തിരിച്ച് വീണ്ടും മാധവിക്കുട്ടിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്ത് ധൈര്യമാണത്. അത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ഒരു കറേജ് ഉള്ള ആളുകളുണ്ടോ ഇപ്പോൾ ഞാൻ ചോദിക്കാം. മറ്റൊന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നു, അവൻ എന്നെ തേച്ചു, ബ്രേക്കപ്പ് ആയി അല്ലേ, എന്നെ ഇത് ചെയ്തു, ഞാൻ ഇനി വിട്ടുകൊടുക്കൂല, ഞാൻ അതിലും ബെറ്ററിനെ തപ്പും എന്ന് പറഞ്ഞതിലുപരി പുള്ളിക്കാരി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രണയത്തിലേക്ക് ഇറങ്ങി തിരിച്ചു അവർ അവിടെ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. അത് വലിയൊരു കറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 50കളിലെ പ്രണയം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പം 50കളിലല്ല 60കളിലും 70കളിലും ഒക്കെ പ്രണയിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ അത് ആസക്തി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതല്ല പ്രണയം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. ഓരോ ആളുകളുടെ പേഴ്സ്പെക്റ്റീവും. ചിലർ വിവാഹം കഴിക്കുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡായിട്ടുള്ള ഒരു സെക്സിൻ്റെ ഒരു നീഡ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ നമുക്കൊരു പാർട്ട്ണർ, അതിൻ്റെ ഒക്കെ മുകളിലാണ് പ്രണയം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതോടൊപ്പം തന്നെ ഈ നമുക്ക് പ്രണയിക്കാൻ ഒരു വ്യക്തിയുടെ ആവശ്യമില്ലല്ലേ. എനിക്ക് മാധവിക്കുട്ടിയിൽ തോന്നിയിട്ടൊരു ഫാക്ടർ അതാണ്. അവരുടെ ഫാന്റസിക്കകത്ത് അവർക്കൊരു കൃഷ്ണനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൃഷ്ണനെ നമ്മൾ ഈ വാത്സല്യത്തോടെ കണ്ടിട്ടുണ്ട്, പിന്നെ ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. പ്രണയത്തോടെ കാണുക അല്ലെങ്കിൽ ഒരു എന്താ കൃഷ്ണനെ ബെസ്റ്റിയൊക്കെ ആയിട്ട് കൃഷ്ണനോട് തൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അങ്ങനെ ഒരു കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അത് കൃഷ്ണനെ എടുത്തു വെക്കാൻ കാരണം തന്നെ നമുക്കൊരു വ്യക്തിനെ ആവശ്യമില്ല എന്നൊരു കൺസെപ്റ്റ് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഒരു സെൽഫ് കണക്ഷൻ എന്ന് പറയില്ലേ, അത് നമുക്ക് എപ്പോഴും വേണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. നമുക്ക് എത്ര നാൾ നമ്മൾ ഫില്ല് ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവർക്കറിയാവുന്ന രീതിയിലൊരു ബെസ്റ്റായിട്ടായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം അവരോട് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുക എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ നമുക്ക് മാത്രമാണല്ലോ സാധിക്കുന്നത്. സോ അതിൽ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു കമ്പാനിയൻ ഉണ്ടെന്നൊക്കെ ഇമാജിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് ഒരുപാട് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരൊക്കെ
നമുക്ക് കുറച്ചും കൂടെ നല്ല ഊർജ്ജത്തിലും എനിക്കെപ്പോഴും ഒരു കൂടെ ഒരാളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രണയമായിട്ട് കാണാം, അതിലെ ഒരു സുഹൃത്തിനെ പോലെ കാണാം. ഇപ്പൊ സർവ്വമായയിലൊക്കെ നമ്മളിപ്പം ശരിക്കും ഒരു ഡെലുലു അത് ഭയങ്കര രസമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴിതൊന്നും നമുക്കൊരു ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെ ശരിക്കും ഞാനൊക്കെ എൻ്റെ ലൈഫിൽ ഇനിഷ്യൽ പീരീഡിലൊക്കെ നമുക്കിങ്ങനെ ഈ ടെൻഷൻസും ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും ജീസസിനെ അങ്ങനെ പ്ലേസ് ചെയ്യുമായിരുന്നു. ജീസസിനെ അങ്ങനെ പ്ലേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ കാറ് ഡ്രൈവ് ചെയ്യും, ഇനിഷ്യൽ പീരീഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുക. ഇപ്പോൾ പിന്നെ എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പാകത്തിന് ആയിട്ടുണ്ട്. ആദ്യ സമയത്തൊക്കെ ദൂരത്ത് പോകണം, അറ്റ്ലീസ്റ്റ് ഒന്ന് എറണാകുളം വരെ പോകണം എന്നുണ്ടെങ്കിൽ പോലും ഒരു ഭയങ്കര ഭയമാണ്. പക്ഷെ നമുക്ക് പോയേ പറ്റൂ, നമുക്ക് പഠിക്കാനുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡ്രൈവ് ചെയ്ത് പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും മനസ്സിലായി ജീസസിനെ ഇങ്ങനെ സൈഡിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഞാനിങ്ങനെ സംസാരിച്ചൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ട്, പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ഊർജ്ജം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ കൂടെ ആ ആൾ നമ്മളിങ്ങനെ ഇത്രയും സംരക്ഷിക്കുന്നതായിട്ട് ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഭയങ്കര ഒരു രസകരമായ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു ഫുൾഫിൽമെൻറ്റ് തോന്നും. നമ്മളെപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും കെയർ ചെയ്യപ്പെടുന്നുണ്ടെന്നും നമ്മൾ കരുതാനൊരു ശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നും നമുക്ക് തോന്നും. അതൊരു എല്ലാവരിലും അത് വേണം എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം അത് അനുഭവിച്ചു തുടങ്ങുമ്പോഴേ അതിൻ്റെ ഒരു രസം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ മാധവിക്കുട്ടി കൃഷ്ണനെ കുറിച്ച് എഴുതിയില്ലേ, അത് ഭയങ്കര രസം. അത് അനുഭവിക്കുന്നവർക്കേ അതിന്റെ രസം മനസ്സിലാവും, ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സ്റ്റോറീസിലൂടെ പോകുന്ന സമയത്ത് അതേപോലെ മറ്റൊരു സിനിമ ഉണ്ട്, എനിക്ക് ഇപ്പോഴാണ് മൈൻഡിലേക്ക് വന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്, പിന്നീട് അത് തേടി പിടിച്ച് കാണുമായിരുന്നു, ഒരു ചെറു പുഞ്ചിരി. അതിനകത്തില് ആ ഒരു 50s അവർ പറയുന്നതിൽ നിന്നാണ് ആ ഡിഫറൻസ് മനസ്സിലാവുന്നത്. പണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നോക്കാൻ പോലും ഇതായിരുന്നു, എന്താ ചോദിക്കേണ്ടത്, ഞാൻ വിചാരിച്ചു വലിയ കർക്കശക്കാരനാണെന്ന്. എന്നിട്ട് ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബജീവിതമാണ് കാണിക്കുന്നത്. ആ പച്ചക്കറി തോട്ടവും അമ്പലവും നാട്ടുവഴികളും മാത്രമുള്ള ഒരു ജീവിതം. എന്നിട്ട് അതിലെ ഒരു വേർപാടിനകത്തില് ഒരു ആശ്വാസം കണ്ടെത്തുന്നു. ഞാനായിരുന്നു നേരത്തെ പോയിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തേനെ, എനിക്കിതിൽ ഈ മരണത്തിൽ എനിക്ക് വേദനയില്ല, കാരണം ഞാനുള്ളപ്പോഴാണല്ലോ അദ്ദേഹം പോയത്. അങ്ങനെ ഒരു പൊട്ടിക്കരച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് പോകുന്നില്ല. അല്ല, നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് എനിക്കൊരു പോയിന്റ് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേറ്റ്, നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാവുക. അപ്പം നമ്മുടെ ലൈഫിൽ വലിയൊരു വിഷമം ഉണ്ടായി, ആ വിഷമത്തെ നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നനുസരിച്ചിട്ടുള്ള ഇമോഷൻസാണ് നമുക്കുണ്ടാവുക. അപ്പോൾ ചിലർ പറയും എന്നെ ആരും കേൾക്കാനില്ല, കരുതാനില്ല. കാരണം എന്താ, അങ്ങനെ പറയും തോറും അല്ലെങ്കിൽ അവരെപ്പോഴും അവരുടെ തോട്ട്സും ഇമോഷൻസും എല്ലാം എനിക്കാരും ഇല്ല എന്നുള്ള തോട്ടിലാണ്. അപ്പോൾ ഈ ഫാൻറ്റസി പോലും നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരാളുണ്ട്. അതിൽ ഇപ്പോൾ ദൈവത്തെ ആണെങ്കിലും നമ്മൾ പറയില്ലേ, നമുക്ക് ദൈവത്തിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്ന പോലെ എനിക്കിവിടെ ഒരു ഊന്നുവടി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വരുമ്പോൾ തന്നെ നമുക്ക് സംതിങ്, ഒരു സേഫ് ആൻഡ് സെക്യൂർ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, നല്ലതിനെ ചിന്തിക്കുക, നമുക്ക് ചുറ്റും എന്തോ ഉണ്ട്, ഒരു സംരക്ഷണം ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ എപ്പോഴും ഫാൻറ്റസി എന്ന് പറയുന്നത്, നല്ല ഫാൻറ്റസികൾ എപ്പോഴും നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഫാൻറ്റസീസിനെ തന്നെ നല്ലതിനെയും ചീത്ത, ഫാൻറ്റസി എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന റിയാലിറ്റിയിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു നായകനും നായികയും സംസാരിക്കുന്ന ഒരു പ്രണയം വരുന്നു, അപ്പം തന്നെ പാട്ട് വരുന്നു, സാഹചര്യം മാറുന്നു, എൻവയോൺമെൻറ്റ് മാറുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മളത് കാണുന്ന നമുക്കും ആ ഒരു ഫീല് വരുന്നു, അല്ലേ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയഗാനങ്ങളാണ് അന്ന് നമ്മൾ പറയുന്നില്ലേ. സോ നമുക്ക് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അല്ലാണ്ട് മനസ്സിനറിയില്ല നമ്മളിപ്പോൾ ചിന്തിക്കുന്ന, ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതാണോ അതോ നമ്മുടെ ഇമാജിനേഷനിലുള്ള കാര്യമാണോ എന്ന്. സോ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിച്ചാലും, അപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നനുസരിച്ചിട്ടുള്ള ഇമോഷൻ ഇത് തരും. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ കറൻ്റ്ലി അനുഭവിക്കുന്നുണ്ടോ, അത് പണ്ട് കഴിഞ്ഞു പോയ കാര്യമാണോ എന്ന് അതിന് ബോധ്യമില്ല. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ നമ്മളിതിനെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇമോഷൻസ് ഇത് തരും. അപ്പോൾ എപ്പോഴും അങ്ങനെയും കൂടി നമുക്ക് ഫാൻറ്റസികൾക്ക് ഒരുപാട് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഹാപ്പി ആയിട്ട് നിർത്താനായിട്ട് പറ്റും. അപ്പം 50കളിലെ പ്രണയവും ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആണ്. ആ പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു ശാരീരികമായിട്ടുള്ള ഒരിത് മാത്രം വെച്ചിട്ടുള്ള പ്രണയമല്ല, അത് ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രണയമല്ല. അത് ആ ഒരു ഇറ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രണയമാണ്, അല്ലേ? എന്ന് വെച്ചാൽ ശാരീരിക ആസക്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് ഡിഫറെൻ്റ് ആണ്. അതൊരു കമ്പാനിയൻഷിപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം കൂടുതലായിരിക്കും, നമുക്ക് ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ പറ്റും.
അല്ലെങ്കിലും ഇപ്പം നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാർ ഹസ്ബൻഡ്സിനെ കുറിച്ച് പറയുന്നതിന് പുള്ളി പണ്ട് തൊട്ടേ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു ചായ കിട്ടണം എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ തുടക്ക സമയത്ത് പറയുമ്പോൾ എങ്ങനെയാണ്, അയ്യോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ ചോദിച്ചു, അല്ലെങ്കിൽ അതൊരു വലിയ ജോലിയായിട്ടും അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആ വ്യക്തിയായിട്ട് അംഗീകരിച്ചു. അതുപോലെ തന്നെ വിമനെ കുറിച്ച് പറയാനുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഞായറാഴ്ച രാവിലെ കൃത്യസമയത്ത് പള്ളിയിൽ ഇറങ്ങിയില്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ നേച്ചർ അവർക്ക് ഓക്കെയാണ്. അല്ലാണ്ട് നീ എനിക്ക് വേണ്ടി മാറണം, നീ അങ്ങനെയുള്ള അവസ്ഥയെന്നൊക്കെ മാറും. അപ്പോൾ 50കളിലും പ്രണയം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് ഞാൻ പറയുള്ളൂ.